Hello students, welcome back. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് TCP ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് TCP? എന്താണ് TCP സെഗ്മെന്റ്? ഇനി അതേപോലെ തന്നെ നമുക്കറിയാം TCP ഒരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണെന്ന്. കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആകുമ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്നും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ അതിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് പാർട്ട് 3-way ഹാൻഡ് ഷേക്കിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ TCPയുടെ ഡാറ്റ ട്രാൻസ്ഫറും അതേപോലെ കണക്ഷൻ ടെർമിനേഷനും ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഇങ്ങനെയാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ക്ലയന്റിന്റെയും സെർവറിന്റെ ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ആദ്യം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ എന്തുവരും, ഒരു റിക്വസ്റ്റ്, അതായത് ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യാനുള്ള റിക്വസ്റ്റ്, ഒരു സിൻ മെസ്സേജ് എവിടുന്ന് വരും, ക്ലയന്റിൽ നിന്ന് സെർവറിലേക്ക് പോകും. അപ്പോ അതിനൊരു സീക്വൻസ് നമ്പർ ഉണ്ടാവും അല്ലെ? ഇനി അതേപോലെ സിൻ ആകുന്ന സമയത്ത് എന്താണ് എസ് ഫ്ലാഗ് അല്ലെ, സിൻ ഫ്ലാഗ് സെറ്റ് ചെയ്യും. ഇനി ആ റിസീവറിൽ എത്തിക്കഴിഞ്ഞാൽ റിസീവർ സെൻഡ് ചെയ്യുക എന്താണ്, ഇതിന്റെ ഒരു അക്നോളജ്മെന്റ്, ആദ്യം കിട്ടിയ മെസ്സേജിന്റെ ഒരു അക്നോളജ്മെന്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഇതിന്റെ ഒരു പുതിയ സെഗ്മെന്റ് ഉണ്ടാവല്ലോ, ഓക്കെ, അതിന്റെ ഒരു സീക്വൻസ് നമ്പറും വെച്ചിട്ട് അപ്പോൾ എന്തൊക്കെ ഇതിലുണ്ട് എന്നുള്ളതാണ്. ഈ പാക്കറ്റിൽ ഒരു സിൻ മെസ്സേജ് ഉണ്ട്, ഒരു സിൻ മെസ്സേജ് ഉണ്ട്, അതേപോലെ ഒരു അക്നോളജ്മെന്റും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഫ്ലാഗുകൾ സെറ്റ് ചെയ്തിട്ട് റിപ്ലൈ വരുന്നത്. ഇനി അതിന്റെ റിസീവർ വിൻഡോ സൈസും കൂടെയാണ് ഈ ഒരു സെഗ്മെന്റിൽ, അതായത് സെർവറിന്ന് ക്ലയന്റിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ അത് തിരിച്ചെത്തുമ്പോഴത്തേക്കും അവിടെ കണക്ഷൻ ഓപ്പൺ ആയി. ഇനി ഇതിന്റെ ഇവിടുന്ന് വന്നിരിക്കുന്ന ഈ ഒരു സെഗ്മെന്റിന്റെ എന്ത് പോകണം, അക്നോളജ്മെന്റ് ഇവിടെ തിരിച്ചെത്തിയാൽ മാത്രമേ അവിടെയും കണക്ഷൻ ഓപ്പൺ ആയിട്ട്, അതായത് റിസീവർ വിൻഡോ ഓപ്പൺ ആയിട്ട് നിൽക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ റിസീവർ വിൻഡോന്റെ സൈസും തിരിച്ചിങ്ങോട്ടേക്ക് വരും. അപ്പൊ റിസീവർ വിൻഡോ ഇവിടെ വരുന്നത് 10,000 എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതൊരു അക്നോളജ്മെന്റ് മെസ്സേജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു പാക്കറ്റ് വരുന്ന സമയത്ത്, അതായത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് ആ റിസീവർ, അതായത് സെർവറിന് തിരിച്ച് ഒരു അക്നോളജ്മെന്റും പിന്നെ ഒരു സിൻ മെസ്സേജും കൂടെ അയക്കും. പിന്നെ തിരിച്ച് ഇവിടുന്ന് വീണ്ടും ക്ലയന്റ് സെർവറിലേക്ക് ആ കിട്ടിയിരിക്കുന്നതിന്റെ അതായത് അക്നോളജ്മെന്റ് പോകണം. അപ്പൊ ആ അക്നോളജ്മെന്റ് ഒരിക്കലും അക്നോളജ്മെന്റ് മാത്രമായിരിക്കില്ല പോകുന്നത്. എപ്പോഴാണ് അതിന്റെ ഡാറ്റ ട്രാൻസ്ഫർ, ഫസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫറിന്റെ കൂടെയാണ്, ആ ഒരു ഡാറ്റ പാക്കറ്റിന്റെ കൂടെയാണ് എന്ത് അയക്കുന്നത്, ഇതിന്റെ അക്നോളജ്മെന്റ് പിഗ്ഗി ബാക്കിംഗ് ചെയ്ത് അയക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അതിന്റെ ആക്ച്വൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് TCPയിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതിനുശേഷം ഡാറ്റ ട്രാൻസ്ഫർ, ദെൻ അതിനുശേഷം കണക്ഷൻ ടെർമിനേഷൻ. അതാണ് അതിന്റെ 3 phases. Okay, so after connection establishment, bidirectional data transfer with piggybacking happens between the client and server. എന്താണ് പിഗ്ഗിബാക്കിംഗ് എന്ന് പറഞ്ഞാല്, ആദ്യം അയച്ച സെഗ്മെന്റിന്റെ അക്നോളജ്മെന്റ് അത് മാത്രമായിട്ട് അയക്കുന്നതിന് പകരം ഇതിനൊരു ഡാറ്റ അയക്കാനുണ്ടാവുമല്ലോ, അപ്പൊ ആ ഡാറ്റയുടെ കൂടെ ഇതിന്റെ അക്നോളജ്മെന്റും കൂടെ ആഡ് ചെയ്ത് അയക്കുന്നതാണ് പിഗ്ഗിബാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ആദ്യം അയച്ചതിന്റെ അക്നോളജ്മെന്റ് പിന്നെ അതിന്റെ കൂടെ ഇപ്പോൾ ഉള്ള ഡാറ്റ. ഓക്കെ, ഈ പി എന്ന് പറയുന്നത് പുഷ് എന്നുള്ള മീനിങ് ആണ്, അത് ഞാൻ അടുത്തായിട്ട് പറയാം. ഓക്കെ, അതിപ്പോ ഈ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പി സെറ്റ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞാൽ അക്നോളജ്മെന്റും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് എ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. ഡാറ്റ ട്രാൻസ്ഫറിൽ എ ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് അയച്ചതിന്റെ അക്നോളജ്മെന്റ്, അതായത് 15,000 ഇവിടെ കിട്ടിയെങ്കിൽ 15,001 എന്നുള്ള രീതിയിൽ, അതായത് അടുത്തത് എക്സ്പെക്ട് ചെയ്യുന്ന സീക്വൻസ് നമ്പർ 15,001 ആണെന്നുള്ള രീതിയിലാണ് AC-ക്ക്, അതായത് അക്നോളജ്മെന്റ് അയക്കുന്നത്. അപ്പൊ ഇതിൽ വരുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഏതാണ്, 8,001 to 9,000. അപ്പൊ അത് റിസീവറിൽ എത്തും. ഓക്കെ, ഇനി ഇവിടെ അടുത്ത നോക്കിയേ, അടുത്ത സീക്വൻസ് നമ്പർ 9,001 ആണ്. ഓക്കെ, പിന്നെ അതിലും എന്താണ്, ഈ അക്നോളജ്മെന്റ് നമ്പർ നേരത്തെ ഇവിടെ കിട്ടിയതിന്റെ അക്നോളജ്മെന്റ് അതിലും കൂടെ വെച്ച് 9,001 to 10,000 ആണ് ഡാറ്റ സെർവറിലേക്ക് അയക്കുന്നത്. ഇനി ഇതിവിടെ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇത് രണ്ടും കിട്ടിയെന്ന് കരുതുക, 8,001 to 9,000 കിട്ടി, 9,001 to 10,000 ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഏത് എക്സ്പെക്ട് ചെയ്യുന്നത്, 10,001. അതാണ് ഇവിടെ ACKയിൽ കൊടുക്കുക, അക്നോളജ്മെന്റിൽ കൊടുക്കുക, അടുത്ത എക്സ്പെക്ട് ചെയ്യുന്ന സീക്വൻസ് നമ്പർ ആണ്. അപ്പൊ അടുത്ത എക്സ്പെക്ട് ചെയ്യുന്ന 10,001 ആണ്. ഓക്കെ, ഇനി ഇവിടുന്ന് പോകുന്നത് ഏതാണ്, ഇവിടുന്ന് ഓൾറെഡി ഇവന് അയച്ച സമയത്ത് പറഞ്ഞത് നെക്സ്റ്റ് എക്സ്പെക്ടഡ് 15,001 ആണെന്ന് പറഞ്ഞു. അപ്പൊ 15,001 സീക്വൻസ് നമ്പർ ഉള്ള ഒരു സെഗ്മെന്റ് ആണ് ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പം
എന്തൊക്കെ വരുന്നത് 15,001 to 17,000. അപ്പൊ 2000 സെഗ്മെന്റുകളാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. 2000 ബൈറ്റുകൾ, സോറി 2000 ബൈറ്റുകളാണ് ഈ ഒരു സെഗ്മെന്റിൽ ഉള്ളത്. അപ്പൊ അത് ക്ലയന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സപ്പോസ് അതിന് ഡാറ്റയൊന്നും അയക്കാനില്ലെങ്കിൽ ജസ്റ്റ് അക്നോളജ്മെന്റ് മാത്രമായിട്ടും അയക്കും. കാരണം അതിന് ഡാറ്റ അയക്കാനുള്ളതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്തയക്കുന്നത്, ആ അക്നോളജ്മെന്റ് മാത്രമായിട്ട് അയക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ 17,000 വരെ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് 17,001 വെച്ചിട്ട് അക്നോളജ്മെന്റ് അയക്കുന്നത്. ഓക്കെ, ഇപ്പൊ റിസീവർ വിൻഡോ സൈസ് റീസെറ്റ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് ഇവിടത്തേക്ക് പോകും. ഓക്കെ, ഈ രീതിയിലാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു ഇവിടെ ഒരു പി ഫ്ലാഗ് സെറ്റ് ചെയ്തത് അല്ലെ. അപ്പൊ ഈ പി ഫ്ലാഗ് സെറ്റ് ചെയ്തത് എന്താണ്, പുഷിംഗ് ഡാറ്റ പുഷ് ചെയ്യാനുള്ള മീനിങ്ങിലാണ് ആ ഒരു PSH ഫ്ലാഗ്, പുഷ് ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. Generally, the stream of data from application layer process is stored in the transport layer buffer and the TCP decide the segment size to send. അതായത് ആപ്ലിക്കേഷൻ ലെയർ ആണല്ലോ, ആപ്ലിക്കേഷൻ ലെയറിന്റെ ഡാറ്റ ആണല്ലോ നമ്മൾ താഴത്തെ ലെയറിന് കൊടുത്ത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ലെയറിന് അതിന്റെ ഡാറ്റ എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ലെയറിന്റെ ബഫറിലേക്ക് ഇടും. എന്നിട്ട് TCP ആണ് സെഗ്മെന്റിന്റെ സൈസ് ഡിസൈഡ് ചെയ്തിട്ട് റിസീവറിലേക്ക്, അതായത് എവിടത്തേക്കാണോ അയക്കേണ്ട അവിടത്തേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി റിസീവർ സൈഡിൽ എങ്ങനെയാ, റിസീവർ TCP also stores the segment in buffers and delivers them to the application program when the application program is ready or when it is convenient for the receiving TCP. അതായത് ഫുൾ ടൈപ്പ് ആണ്. ഓക്കെ, അതായത് ആപ്ലിക്കേഷൻ ലെയർ ബഫറിലേക്ക്, അതായത് സെന്ററിന്റെ സൈഡിൽ ബഫറിലേക്ക് പുഷ് ചെയ്ത് വെക്കും. എന്നിട്ട് റിസീവർ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ റിസീവറിന്റെ ബഫറിൽ അവിടെ വെക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും റിസീവറിന്റെ ആപ്ലിക്കേഷൻ ലെയർ റെഡി ആവുന്ന സമയത്ത് അവിടെ നിന്ന് പുൾ ചെയ്തെടുക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ TCPയിൽ നടക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് TCP. അതിന് വേണ്ടിയിട്ടാണ്, അതായത് റിസീവറിന്റെ ആപ്ലിക്കേഷൻ ലെയർ റെഡി ആവുമ്പോൾ ആ ബഫറിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് പുൾ ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് TCP വർക്ക് ചെയ്യുന്നത്. പക്ഷേ But many times the application layer on one side communicates interactively with another one on the other side, and thus immediate responses are required. അതായത് ഒരു ഡിലേ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെലിവർ ചെയ്യാതെ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, അതായത് ഇവിടുന്ന് അയക്കുന്നത് അപ്പൊ തന്നെ ആ ആപ്ലിക്കേഷൻ ലെയറിന് എത്തണം എന്ന് കരുതുക. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പുഷ് എന്ന് പറയുന്ന ഫ്ലാഗ് യൂസ് ചെയ്തിട്ട്, അതായത് റിസീവറിന്റെ എൻഡിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ബഫറിൽ നിൽക്കാതെ, അതായത് ബഫറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നിട്ട് ആ ആപ്ലിക്കേഷൻ ലെയർ എപ്പോഴാണോ എടുക്കുന്നത് അത് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ട് റിസീവർ സൈഡിലേക്ക് അയക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഫ്ലാഗ് കാണുന്ന സമയത്ത് റിസീവറിന് എന്ത് മനസ്സിലാവും, റിസീവറിന്റെ ട്രാൻസ്പോർട്ട് ലെയറിന് എന്ത് മനസ്സിലാവും, ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ബഫറിൽ വെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ട സാധനമല്ല, ഇത് ഇമ്മീഡിയറ്റ്ലി ആപ്ലിക്കേഷൻ ലെയറിലേക്ക്, അത് റിസീവറിന്റെ ആപ്ലിക്കേഷൻ ലെയറിലേക്ക് കൊടുക്കേണ്ട ഡാറ്റയാണെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പി ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ ഈ എന്താ പറയാ, സെന്ററിൽ നിന്ന് റിസീവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറെ ഫ്ലാഗ് പഠിച്ചു അല്ലെ, A ഫ്ലാഗ്, S ഫ്ലാഗ്, P ഫ്ലാഗ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ P ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് പുഷ് എന്ന് പറയാം. അതായത് റിസീവറിന്റെ ബഫറിൽ വെച്ച് റിസീവർ എപ്പോഴാണോ എടുക്കുന്നതെന്നുള്ളത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന് പകരം അവിടെ റിസീവറിന്റെ ബഫറിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്തായാലും ട്രാൻസ്പോർട്ട് ലെയർ ആപ്ലിക്കേഷൻ ലെയറിന് കൊടുക്കും. അതാണ് പുഷ് ഫ്ലാഗ്. Then sometimes some bytes in the segment are to be treated as most urgent and or to be treated in a special way by the receiving application process. Okay, അതായത് മൊത്തം സെഗ്മെന്റ് അല്ല. ഓക്കെ, അതിന് പകരം ആ സെഗ്മെന്റിലെ ചില ബൈറ്റുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് കരുതുക. അപ്പോൾ ഈ ബൈറ്റുകൾ വേഗം തന്നെ പ്രോസസ് ചെയ്യണം. അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് എന്ത്, അർജന്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ അർജന്റ് ബിറ്റും പിന്നെ ഒരു അർജന്റ് പോയിന്റർ ഉണ്ട്, 16 ബിറ്റ് പോയിന്റർ ആണ് അർജന്റ് പോയിന്റർ എന്ന് പറയുന്നത്. അത് അതിന് വേണ്ടിയിട്ടാണ്, ഈ അർജന്റ് ഡാറ്റനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും, അർജന്റ് ഫ്ലാഗും അർജന്റ് പോയിന്ററും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് n bytes in the segment are to be treated urgently, they are placed at the start of the payload and the urgent pointer is set to the position of the last urgent data. ഓക്കെ, അപ്പം ഇവിടെ എത്ര ബൈറ്റ് ആണെന്നുള്ളത് പറയുന്നു. ഇത് കഴിഞ്ഞ ഉടനെ അത്രയും ബൈറ്റുകൾ എന്തായിട്ട് എടുക്കും, അർജന്റ് ആയിട്ട് എടുക്കും. ബാക്കിയുള്ളത് ആസ് നോർമൽ ആണ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ അർജന്റ് ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ എന്താ ചെക്ക് ചെയ്യുക? അർജന്റ് പോയിന്റർ. അർജന്റ് പോയിന്റർ എന്ന് പറഞ്ഞാൽ ഏതുവരെ, അതായത് ഇപ്പോൾ 5681 ആണ് അർജന്റ് പോയിന്റർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെങ്കിൽ ആ ഒരു പൊസിഷൻ വരെയുള്ള ഡാറ്റ എന്താണ്? അർജന്റ് ആണ്. അത് എത്രയും പെട്ടെന്ന് പ്രോസസ് ചെയ്യേണ്ടതാണെന്ന് റിസീവറിന്റെ ട്രാൻസ്പോർട്ട് ലെയറിന് മനസ്സിലാവും. ഓക്കെ, ബാക്കിയുള്ളത് നോർമൽ ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യും. TCP's urgent data is neither a priority service nor an out of band data service. Okay, it is to inform the application layer program that some part of the data is important and to be treated specially. അതായത് ഈ അയക്കണ സെഗ്മെന്റിൽ ഈ പെർട്ടിക്കുലർ എന്താണ് ബൈറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ദാറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ് സ്പെഷ്യലി. അതാണ് എന്തായിരിക്കുന്നത്? റിസീവറിനെ റിസീവറിന്റെ ആപ്ലിക്കേഷൻ ലെയറിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അർജന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. ഒരു അർജന്റ് ഫ്ലാഗും അർജന്റ് പോയിന്ററും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ആൻസർ ഇറ്റ് ലൈക്ക് ദിസ്. ഇനി നെക്സ്റ്റ് കണക്ഷൻ ടെർമിനേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു TCPയിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യണം. ഓക്കെ, so either client or server can close the connection even though the connection establishment is initiated by the client. Okay, അതായത് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആരാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്? ക്ലയന്റ് ആണ്. ഓക്കെ, ക്ലയന്റിന് എപ്പോഴെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യണം തോന്നുമ്പോഴാണ് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ കണക്ഷൻ ടെർമിനേഷൻ ആർക്ക് വേണേലും, അതായത് ക്ലയന്റിനോ സെർവറിനോ കണക്ഷൻ ടെർമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. There are two options for connection termination. ഏതൊക്കെയാണ്? 3-way handshaking, that is the most common type of connection termination. Then 4-way handshaking with a half close option. ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, ഒന്ന് 3-way handshaking വെച്ചിട്ട് കണക്ഷൻ terminate ചെയ്യാം, that is the most common method. Then 4-way handshaking with a half close option. ഇപ്പൊ നമുക്ക് ആദ്യം 3-way handshaking എങ്ങനെയാണ് കണക്ഷൻ ടെർമിനേഷൻ നടക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ്? ക്ലയന്റ് തീരുമാനിക്കുകയാണ്, ഓക്കെ എന്റെ ഡാറ്റയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു, എനിക്ക് ഇനി ക്ലോസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ഈ ഫിൻ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഗ്മെന്റ് ഇങ്ങോട്ടേക്ക് അയക്കും. അപ്പൊ അത് കിട്ടുമ്പോൾ എന്ത് മനസ്സിലായി? സെർവറിന് എന്ത് മനസ്സിലായി? ഓക്കെ, അയാൾക്ക് അയക്കാനുള്ളതൊക്കെ അയച്ചു കഴിഞ്ഞു, ഇനി കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാന്ന് മനസ്സിലായി. അപ്പൊ ഇവിടുന്ന് എന്ത് വരും? ഫിൻ പ്ലസ് അക്നോളജ്മെന്റ്. അത് ആദ്യം കിട്ടിയ ഫിന്നിൻ്റെതും പിന്നെ ഇയാൾക്കും കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാം, എനിക്കും ഇനിയൊന്നും അങ്ങോട്ട് അയക്കാനില്ല. അപ്പം അതിന്റെ ഫിന്നും ആദ്യം കിട്ടിയ ഫിന്നിന്റെ അക്നോളജ്മെന്റും വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് റിപ്ലൈ കൊടുക്കും. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് മനസ്സിലായി? എന്റെ റിക്വസ്റ്റ് അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു, ഞാൻ ഇവിടെ കണക്ഷൻ ക്ലോസ് ചെയ്യാം. ഇനി തിരിച്ച് നേരത്തെ കിട്ടിയതിന്റെ ഇവിടുത്തെ ഫിൻ മെസ്സേജ് ഉണ്ടല്ലോ, അതിന്റെ അക്നോളജ്മെന്റ് ഇവിടുന്ന് തിരിച്ചു പോകും. അപ്പൊ അത് ഇവിടെ കിട്ടുന്ന സമയത്ത് സെർവറിന് എന്ത് മനസ്സിലായി? ഓക്കെ, അവിടെ റെഡിയാണ് കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ. അപ്പൊ ഇവിടെയും ടെർമിനേറ്റ് ആയി. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ഫേസിലാണ് ഇവിടെ 3 വേ ഓഫ് എന്താണ് 3 മെസ്സേജസ് വെച്ചിട്ടാണ് ഇവിടെ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് 3-way handshaking എന്ന് പറയുന്നത്. അപ്പൊ ഒരു ACK ഫ്ലാഗും ഉണ്ട്, ഇവിടെ ഫിൻ ഫ്ലാഗും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ A എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് അയച്ച ഡാറ്റ പാക്കറ്റിന്റെ അക്നോളജ്മെന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇത് ഈ അയക്കുന്ന സെഗ്മെന്റിൻ്റെത്. ഓക്കെ, അതാണ് സീക്വൻസ് X. പിന്നെ ഒരു ഫിൻ മെസ്സേജ് F ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള F ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അത് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത അയക്കുന്ന സെഗ്മെന്റിന് എന്താണ്? ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്ന Y ആണ്. അപ്പൊ Y സീക്വൻസ് നമ്പർ ഉള്ള ഈ X ആണല്ലോ അയച്ച ACK എന്തായിരിക്കും? X+1 ആയിരിക്കും. ഇനി അത് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, സീക്വൻസ് എന്താണ്? ഇവിടെ അക്നോളജ്മെന്റ് X+1 ആണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് അയക്കുന്ന സെഗ്മെന്റിന്റെ സീക്വൻസ് നമ്പർ എന്തായിരിക്കും? X+1 ആയിരിക്കും. ഇനി ഈ Y കിട്ടിയല്ലോ, Y കിട്ടിയ അതിന്റെ അക്നോളജ്മെന്റിൽ എന്താ ഉണ്ടാവുക? Y+1 അല്ലെ? അപ്പൊ ആ രീതിയിൽ ഇവിടെ എത്തുന്ന സമയത്ത് കണക്ഷൻ എന്തായി? ടെർമിനേറ്റഡ് ആയി. ഇതാണ് 3-way handshaking രീതിയിലുള്ള കണക്ഷൻ ടെർമിനേഷൻ. ക്ലയന്റ് സെൻസ് എ ഫിൻ, അത് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള അതിന്റെ തിയറിയാണ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്ലയന്റ് സെൻസ് എ ഫിൻ സെഗ്മെന്റ്, ഇറ്റ് ക്യാൻ ബി അലോങ് വിത്ത് ദ ലാസ്റ്റ് ഡാറ്റ സെഗ്മെന്റ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട്, ഇറ്റ് കൺസ്യൂംസ് 1 സീക്വൻസ് നമ്പർ. ഓക്കെ, അതായത് അതിന്റെ കൂടെ ലാസ്റ്റ് അയച്ച ഡാറ്റയുടെ കൂടെ അക്നോളജ്മെന്റ് അറ്റാച്ച് ചെയ്തിട്ടല്ല, അതായത് ഫിൻ മെസ്സേജ് അറ്റാച്ച് ചെയ്തിട്ടല്ലെങ്കിൽ പുതുതായിട്ടൊരു സെഗ്മെന്റ് ആയിട്ടാണ് വരിക. അപ്പൊ ഒരു പുതിയ സീക്വൻസ് നമ്പർ എടുത്തിട്ടാണ് ചെയ്യാം. Server sends fin plus ACK segment containing ACK for the first message along with the fin request. അതായത് ഇപ്പൊ ഇവിടെ അയച്ചിരിക്കുന്ന ഫിന്നിന്റെ ACKയും പിന്നെ ഒരു ഫിൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് അയക്കും. The segment can also contain last chunk of data from the server. അതായത് സെർവറിന് എന്തെങ്കിലും ഡാറ്റ ഇങ്ങോട്ട് അയക്കാനുണ്ടെങ്കിൽ അതും കൂടെ അതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് അയക്കുക. If it does not carry data, it consumes only 1 sequence number. Okay. Client sends the last segment
an ACK segment for the second segment. That is, if in a server the client like adinde ACK, it does not consume any sequence time. Sorry. ഇനി അടുത്തത് 4-way handshaking with half close. അതായത് one end can stop sending data while still receiving. അതായത് സെൻഡ് ചെയ്യുന്നത് നിർത്താം, ഇനി അപ്പുറത്ത് ഇങ്ങോട്ട് വല്ലതും റിസീവ് ചെയ്യാം. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഹാഫ് ക്ലോസ്. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അല്ല, നേരത്തെ പറഞ്ഞത് 3-way handshaking ആയിരുന്നു, ഇവിടെ 4-way handshaking with half close. So here either the server or the client can issue a half close request. അതായത് സെർവർ ഇപ്പൊ അയക്കാനുള്ളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലയന്റ് അയക്കാനുള്ളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഹാഫ് ക്ലോസ് റിക്വസ്റ്റ് അയക്കാം. This can occur when one device need to get a lot of data and does not have anything to send. അതായത് കുറെ റിസീവ് ചെയ്യാനുണ്ട് പക്ഷെ സെൻഡ് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആ രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഒരു സോർട്ടിംഗ് റിക്വസ്റ്റ് കൊടുത്തിട്ട് ക്ലയന്റ് വെയിറ്റ് ചെയ്യണം, അതായത് അതിന് റിസീവ് ചെയ്യാനുണ്ട് പക്ഷെ ഒന്നും സെൻഡ് ചെയ്യാനില്ല. അപ്പൊ എന്ത് ചെയ്യാം, അതിനൊരു ടെർമിനേഷൻ റിക്വസ്റ്റ് അയക്കാം. ഇറ്റ് ക്യാൻ ഒക്കർ when the server needs all the data before processing can begin. ഓക്കെ, അതായത് എല്ലാ ഡാറ്റയും ക്ലയന്റ് റിസീവ് ചെയ്തതിനു ശേഷം മാത്രമാണ് പ്രോസസർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ സോർട്ടിങ്ങിനൊരു ഡാറ്റ കൊടുത്തിട്ട് ഫുൾ ഡാറ്റ റിസീവ് ചെയ്താലേ സോർട്ടിംഗ് സെർവർ ചെയ്തു തുടങ്ങും. അപ്പൊ പിന്നെ ക്ലയന്റിന് ഒന്നും സെൻഡ് ചെയ്യാനില്ല. അപ്പൊ ആ ഒരു കേസിൽ, സോ ആഫ്റ്റർ ഹാഫ് ക്ലോസിംഗ് ദ കണക്ഷൻ, data can travel from the server to the client and acknowledgement can travel from the client to the server. അതായത് സെർവറിന് എന്ത് ചെയ്യും, ക്ലയന്റിലേക്ക് ഡാറ്റ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിന്റെ അക്നോളജ്മെന്റ് ക്ലയന്റിന്റെ സെർവറിലേക്ക് വരും. അല്ലാതെ ക്ലയന്റ് cannot send any more data to the server. അതാണ് ഇത് 4-way handshaking with half close. ഇപ്പൊ സെർവർ, ഇപ്പൊ ഒരു ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ക്ലയന്റ് എല്ലാ ഡാറ്റയും സെൻഡ് ചെയ്തിട്ട് സെർവർ അത് പ്രോസസ് ചെയ്ത് തിരിച്ച് ക്ലയന്റിന് റിപ്ലൈ കൊടുക്കാന്ന് കരുതുക. ആ കേസ് ഓഫ് ആപ്ലിക്കേഷൻസിലാണ് 4-way handshake. അതായത് ഇതിൽ അയക്കാനുള്ള എല്ലാം അയച്ചു കഴിഞ്ഞാൽ സെൻഡിങ് അവിടെ ക്ലോസ് ചെയ്യാം. അപ്പൊ അതാണ് ഹാഫ് ക്ലോസ് എന്ന് പറയുന്നത്. TCP at one end may deny a connection request, may abort an existing connection, or may terminate an idle connection. Okay. അപ്പൊ ഒരു കണക്ഷൻ റിക്വസ്റ്റ് വന്നു എന്ന് കരുത്, അപ്പൊ അത് എന്ത് ചെയ്യാം, ഡിനൈ ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോ പറ്റില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഉള്ള കണക്ഷൻ എന്ത് ചെയ്യാം, അബോർട്ട് ചെയ്യാം. പിന്നെ ഒന്നും ചെയ്യാതെ, ട്രാൻസ്ഫർ ഒന്നും ചെയ്യാതിരിക്കുന്നതിന് ടെർമിനേറ്റും ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന എന്ത് ഫ്ലാഗ് വെച്ചിട്ടാ, റീസെറ്റ് ഫ്ലാഗ് വെച്ചിട്ടാണ്. ഓക്കെ, ആ ഒരു കണക്ഷനെ റീസെറ്റ് ചെയ്യാൻ, അതായത് ഒരു കണക്ഷനെ റിക്വസ്റ്റ് വരുന്നത് ഡിനൈ ചെയ്യാം, ഉള്ള കണക്ഷനെ അബോർട്ട് ചെയ്യാം, ഇനി ഐഡിൽ ആയിട്ട് നിൽക്കുന്നതിന് ടെർമിനേറ്റും ചെയ്യാം യൂസിങ് ദ ഫ്ലാഗ് റീസെറ്റ്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കാണ് വാട്ട് ഇസ് RST അല്ലെങ്കിൽ റീസെറ്റ് ഫ്ലാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ ഇതാണ്, നിങ്ങൾ അതിന്റെ ആൻസർ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, then what is the difference between TCP and UDP? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ you have to write this. എന്താണ് നമ്മൾ പറഞ്ഞു, TCP is a connection oriented protocol. TCP establishes connection between the computers before transmitting data. So that is a connection oriented protocol. UDP sends the data directly to the destination without checking whether the system, whether the receiver is ready to receive the data or not. അതാണ് TCP and UDP തമ്മിലുള്ള primary difference. One is connection oriented, TCP is connection oriented, UDP is connectionless. Okay, ഇനി TCP എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. UDP എന്ന് പറഞ്ഞാല് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. ഓക്കെ, അപ്പൊ TCPയിൽ ഡാറ്റ അയക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഡാറ്റ അയക്കാൻ പറ്റൂ, സോ ഇറ്റ് വിൽ ബി സ്ലോ. UDP ആണെങ്കിൽ അങ്ങനെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യൊന്നും വേണ്ട, റിസീവർ റെഡി ആണോ എന്ന് നോക്കണ്ട, ജസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്താൽ മതി, സോ ഇറ്റ് ഇസ് ഫാസ്റ്റ്. ദെൻ TCP is highly reliable. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവിടെ ആളുണ്ടെന്ന് നോക്കിയിട്ടൊക്കെ അയക്കും. ഓക്കെ, ഇനി ഇവിടെ കിട്ടിയ പാക്കറ്റ് അവിടെ കിട്ടിയെന്ന് മനസ്സിലാക്കാൻ അക്നോളജ്മെന്റ് ഉണ്ട്. സോ ഇങ്ങനെ പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ TCP is highly reliable and UDP is unreliable. ഇനി TCPയുടെ ഹെഡർ is 2 bytes minimum. ഇവിടെ 8 bytes. UDP is 8 bytes header. It takes acknowledgement of data and has the ability to retransmit if the user requests. അതായത് ഒരു പാക്കറ്റ് അയച്ചു, ഒരു ഡാറ്റ അങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിന് റീസെൻഡ് ചെയ്യണം എന്ന് കരുതും. അപ്പൊ എന്ത് ചെയ്യാം, അതിന് എന്തുണ്ട്, അക്നോളജ്മെന്റ് നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഡാറ്റ റീട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ പോസിബിലിറ്റി ഉണ്ട് TCP. It neither takes advantage
nor it retransmit the lost data. അപ്പൊ ഇവിടെ എന്തില്ല, അക്നോളജ്മെന്റും ഇല്ല, അയച്ച ഡാറ്റ റീട്രാൻസ്മിറ്റ് ചെയ്യാനുമില്ല. അങ്ങനെയുള്ള ഒരു അൺറിലയബിൾ ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ് UDP. പക്ഷെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ഏതാണ്, UDP ആണ്. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ TCP ആൻഡ് UDP. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണേ. സോ ഇത്രയാണ് നമുക്ക് TCP UDP പ്രോട്ടോകോളുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. താങ്ക് യു.